ഫൈബ്രോയിഡ് ആയിരുന്നു യൂട്രസിന്. ഫസ്റ്റ് സർജറി ചെയ്ത് ഫൈബ്രോയിഡ് എടുത്ത് യൂട്രസ് എടുത്തിട്ടില്ല, ഫൈബ്രോയിഡ് മാത്രം എടുത്ത്. ഫസ്റ്റ് ഒരു 7 വർഷം കഴിഞ്ഞപ്പം രണ്ടാമത് വീണ്ടും യൂട്രസിനും പുറത്തെല്ലായിട്ട് കുറച്ചധികം ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതും സർജറി ചെയ്ത് യൂട്രസ് അടക്കം എടുത്ത് മുഴകളൊക്കെ എടുത്ത്. മൂന്നാമത് ഞാൻ 3 വർഷം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ എടുത്ത സ്ഥലങ്ങളിലെല്ലാം വീണ്ടും ഫൈബ്രോയിഡ് ചെറുതും വലുതൊക്കെ ആയിട്ട് കുറെ മുഴകളായിട്ടുണ്ട്. ഇത് വളർന്നു വരുന്നതോറും 3 വർഷം കൊണ്ട് 10-11 സെന്റിമീറ്റർ വലുപ്പത്തിൽ വളർന്നിട്ടുണ്ട്. 11 സെന്റിമീറ്റർ വലിയ മുഴകളാണ് 1-2 എണ്ണം, ബാക്കി ചെറുത് ഹാർട്ടിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ ആ ചെറുതൊക്കെ ഹാർട്ടിന്റെ അടുത്തൊക്കെ ഉള്ളത് വളരുമ്പോൾ ബ്ലോക്കൊക്കെ വരും. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കലാണ് നല്ലത്. ഞാൻ അമ്പതേല് കാണിച്ചിവിടെ എറണാകുളം, പിന്നെ വേറെ ഹോസ്പിറ്റലിൽ ഞാൻ അവരൊക്കെ പറഞ്ഞു, അങ്ങനത്തെ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് വേഗം എടുക്കലാണ് നല്ലത്. അപ്പോഴാണ് ഇവിടുത്തെ പറ്റി അറിയുന്നത്, സാറിന്റെ ഈ ട്രീറ്റ്മെന്റ്. ഇവിടെ വന്നിപ്പോ 1.5 വർഷമായി. ഇപ്പൊ സർജറി ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അതിനെക്കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങിയ ശേഷം ഒരു പ്രശ്നമില്ല. ഒരു പ്രാവശ്യം സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വലിപ്പൊന്നും കുറഞ്ഞിട്ടല്ലാണ്ട് കൂടിയിട്ടില്ല. ട്രീറ്റ്മെന്റിന് ശേഷം സ്കാൻ ചെയ്ത് നോക്കിയപ്പോ കുറഞ്ഞിട്ടുണ്ട്. എന്റെ കൈന്റെ ഇവിടെ ഉണ്ടായിരുന്നു, കുറെ ആയിട്ടുള്ളതാ വലിയ മുഴ പോലെ ഒരു എല്ല് വളർന്നു വന്ന പോലെ. അപ്പൊ അതൊക്കെ ഇപ്പൊ കാണാനേ ഇല്ല. ശരീരം മൊത്തം വേദന, ഈ വാദത്തിന്റെ വേദനകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ വേദനകളൊന്നുമില്ല. ഒരു ഗുളികയും കഴിക്കുന്നില്ല. ഷുഗറിന് ഗുളിക കഴിച്ചിരുന്നു. ഈ സർജറിക്ക് ശേഷം എനിക്ക് ഷുഗർ വന്നിരുന്നു, ഒരു 3 വർഷം ഗുളിക കഴിച്ചിന്. ഇപ്പൊ അതൊന്നും കഴിക്കുന്നില്ല. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ അന്ന് ഗുളിക കഴിക്കുമ്പോൾ അതേപോലെ ഷുഗർ ഇന്നുള്ളൂ, കൂടിയിട്ടോ ഒന്നുമില്ല. നസീറ വടകര.